എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ സേഫായി പുറത്തെത്തിയിരിക്കുകയാണ്. സ്മോക്കർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസ് ആ നേവിക്കാരോട് പറയും, ഒരു കാരണവശാലും നിങ്ങൾ പൈററ്റ്സ് ആയിട്ട് മിങ്കിൾ ആവരുത്. അത് കേൾക്കേണ്ട താമസം G5 സോൾജിയേഴ്സ് ആണെങ്കിൽ അവർക്കിടയിൽ ഒരു വലിയ ലൈൻ വരയ്ക്കുകയാണ്. അവർ തീർത്തു പറയും, നിങ്ങൾ ഒരു കാരണവശാലും ഇത് ക്രോസ് ചെയ്ത് വരാൻ പാടില്ല. നിങ്ങളൊക്കെ പൈററ്റ്സ് ആണ്, വളരെ ബാഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നേവിക്കാര് വളരെ നല്ല ആൾക്കാരാണ്. സോ ഞങ്ങളുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ മുഖം തിരിച്ചു നിൽക്കും. സ്മോക്കർ ആണെങ്കിൽ വണ്ടർ അടിക്കും, ഞാൻ നിങ്ങളോട് അവരുമായിട്ട് വലിയ കണക്ഷൻ വെക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ലൂഫിയും ടീമും ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാതെ ഒരു ഭാഗത്തിരിക്കും. ബ്രൗൺ ബിയർഡ് ആണെങ്കിൽ സറണ്ടർ ചെയ്യാൻ തയ്യാറായി കയ്യിലെ ഒരു കെട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ബിയർഡ് പറയും, ആക്ച്വലി ആ വില്ലന്മാർ എന്റെ ബോഡിയിൽ ഒരുപാട് എക്സ്പെരിമെന്റിന്റെ ബേസിൽ കുറെ മെഡിസിൻ ഒക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ നേവിയുടെ കൂടെ പോയാൽ മാത്രമേ എനിക്ക് അവർ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ തന്ന് എന്നെ നോർമൽ ആക്കൂ. അതിന് ലൂഫി ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ നല്ല തിക് ഫ്രണ്ട്സ് ആവുകയാണ്. ബ്രൗൺ ബിയർഡിന്റെ ഏറ്റവും വലിയ സങ്കടം അവന് ആ സീസറിനെ തല്ലിക്കൊല്ലാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ നിന്നെ കൊണ്ടത് കഴിഞ്ഞു. എനിക്ക് പകരം നീ ആ സീസറിനെ തല്ലി ഒരു പരുവാക്കി. താങ്ക് യു വെരി മച്ച് ലൂഫി. അതിന് ലൂഫി ആണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരെ 3 പേരെയും നോക്കിച്ചിരിക്കും. അപ്പൊ ക്യാമറ അവിടെ നിന്ന് അങ്ങനെ ടേൺ ചെയ്ത് അവരെ കാണിക്കും. അവരെ 3 പേരെയും ഓരോ ചാക്കുകളിലായിട്ട് അങ്ങനെ കെട്ടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ബ്രൂക്കും നമ്മുടെ സാഞ്ചിയും അവർ രണ്ടുപേരും ചേർന്ന് കല്ലൊക്കെ അടുക്കി വെച്ച് അവിടെ വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഇതൊരു ഭാഗത്ത് ഉസോപ്പും ഫ്രാങ്കിയും G5 സോൾജിയേഴ്സ് എല്ലാവരും ചേർന്ന് ആ കപ്പൽ റെഡിയാക്കുകയാണ്. ടഷിക്കി ആണെങ്കിൽ നാമിയോട് പറയും, എത്രയും വേഗം ആ കുഞ്ഞുങ്ങളെ എല്ലാം നേവിയെ ഏൽപ്പിക്കണം. അത് കേട്ട് നാമി ഷോക്കാവും. അയ്യോ ഇല്ല, അവരെ ഒരിക്കലും വിട്ടുതരാനായിട്ട് പറ്റില്ല. അവരെ ഓൾറെഡി സേഫ് ആയിട്ട് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ അവർക്ക് പ്രോമിസ് കൊടുത്തതാണ്. എനിക്കത് പാലിച്ചേ പറ്റൂ. നിങ്ങൾ നേവിക്കാര് വളരെ ഇറസ്പോൺസിബിൾ ആണ്. ഓൾറെഡി നിങ്ങളുടെ ഇറസ്പോൺസിബിലിറ്റി ഞാൻ കണ്ടതാണ്. ഒരു കാരണവശാലും എനിക്ക് അവരെ നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടുതരാനായിട്ട് കഴിയില്ല. അതിന് ടഷിക്കി അവള് തല താഴ്ത്തി നാമിയോട് പറയും, നീ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ ഞാൻ വാക്ക് തരുന്നു, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടർ വേക്കോ പങ്ങിന്റെ അടുത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ പഴയതുപോലെ ആക്കിയിട്ട് വേണം അവരെ വീടുകളിലേക്ക് എത്തിക്കാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ചോപ്പറിനെ കാണിക്കും. അവനാണെങ്കിൽ ആ കുട്ടികളുള്ള ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കും. അവൻ ഡോർ തുറന്നു നോക്കും. അവിടെ ട്രഫാർഗറിലോ അവൻ ആ കുട്ടികളെ എന്തൊക്കെയോ ചെയ്യാണ്. അത് കണ്ട ചോപ്പർ ആണെങ്കിൽ ഓടി ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫി, എത്രയും വേഗം ട്രഫാർഗറിലോ അവനെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അപകടമാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ബ്രൂക്ക് കടന്ന് നിലവിളിക്കാൻ തുടങ്ങും. അവന്റെ നിലവിളി കേട്ട് ലൂഫിയും സാഞ്ചിയും അവിടേക്ക് ഓടിയെത്തും. ആ സാമുറായുടെ ശില അത് താഴേക്ക് വീണ് തകർന്നിരിക്കുകയാണ്. ബ്രൂക്ക് പറയും, എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. ഇത് മുഴുവനായിട്ടും തകർന്നു പോയി. നമുക്ക് ഈ തകർന്ന പീസുകൾ അത് ഒട്ടിച്ച് ഇവനെ പഴയതുപോലെ ആക്കാൻ പറ്റുമോ? അടുത്ത നിമിഷം അത് മുഴുവനായിട്ടും ക്രാക്കായി ആ സാമുറായി അവൻ ജീവനോട് കൂടെ പുറത്തേക്ക് വരികയാണ്. G5 സോൾജിയേഴ്സും നമ്മുടെ ആൾക്കാരെല്ലാവരും അവൻ ജീവനോട് കൂടെ വന്നത് കണ്ട് അങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവർക്ക് മനസ്സിലാവും ആ ഒരു ഗ്യാസ് അത് അവന്റെ ബോഡിക്ക് ചുറ്റും ഒരു ഫ്രെയിം പോലെ രൂപപ്പെടുകയാണ് ചെയ്തത്. മറിച്ച് അവന്റെ ജീവന് യാതൊരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ പപ്പയെ കണ്ട് ഷോക്കായി പഴയ രൂപത്തിലാവും. അവർ രണ്ടുപേരും പരസ്പരം കണ്ട് ഹഗ് ചെയ്യും. പക്ഷെ ഒരുപാട് നാളായി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ മൊമന്റോസ്കി അവൻ തളർന്ന് താഴെ വീഴുകയാണ്. ചോപ്പർ ആണെങ്കിൽ ട്രഫാർഗർലോയോട് ദേഷ്യപ്പെട്ട് അവനോട് പുറത്തേക്ക് വരാനായിട്ട് പറയും. അതിന് ട്രഫാർഗർലോ അവനോട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന്, എന്നിട്ട് നീ വീണ്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യാണോ? ചോപ്പർ ആണെങ്കിൽ പേടിച്ച് ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരും. അവരിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങളുടെ ബോഡിയിലെ ബാഡ് ആയിട്ടുള്ള പാർട്സ് എല്ലാം ട്രഫാർഗർലോ മാസ്റ്റർ അദ്ദേഹം വെട്ടിയെറിഞ്ഞു. അത് ഞങ്ങൾ കുറച്ച് പേടിച്ചു. പക്ഷെ കാര്യം മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ ഓക്കെ ആയി. പക്ഷെ ആ കുഞ്ഞി പെണ്ണ് അവൾക്ക് മാത്രം ഇവിടെ ബോധം വീണിട്ടില്ല. അവരാണെങ്കിൽ ചോപ്പറിനോട് കെഞ്ചും, ഇവള് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ അവസ്ഥയിലായത്. ഇവളെ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കണം. മാത്രമല്ല നാമി അവളോട് ഞങ്ങൾക്ക് താങ്ക്സ് പറയണം. അടുത്ത നിമിഷം ടഷിക്കി ആണെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരും. ഇനി മുതൽ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. നിങ്ങളെ എല്ലാവരെയും നേവിയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ തന്ന് നിങ്ങളെ ഞാൻ വീട്ടിലെത്തിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നാമി അവൾ ഉസോപ്പിനോട് പറയും, ആ കുഞ്ഞുങ്ങള് അവർ നേവിയുടെ കയ്യിൽ ഇരിക്കുന്നതാണ് സേഫ്. അതുകൊണ്ട് ഞാൻ അവരെ ടഷിക്കിക്ക് വിട്ടുകൊടുത്തു. അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവർ തീർച്ചയായിട്ടും അവരെ അവരവരുടെ വീടുകളിൽ എത്തിക്കും. നാമിക്കാണെങ്കിൽ ടഷിക്കിയെ കാണുമ്പോൾ അവളുടെ അമ്മയുടെ ഓർമ്മയായിരിക്കും അവളുടെ മനസ്സിലേക്ക് വരിക. ഓർമ്മകളൊക്കെ അയവിറക്കി അവൾ വിദൂരതയിലേക്ക് നോക്കി അങ്ങനെ നിൽക്കും.
അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവൻ ആദ്യം ആ സൂപ്പ് കൊടുക്കുക അത് മറ്റാർക്കുമല്ല നമ്മുടെ മൊമന്റോസ്കിക്കാണ്. കാരണം അവനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിശപ്പ്. ഒരു ദിവസത്തിന് മുകളിലായി അവൻ എന്തെങ്കിലും കഴിച്ചിട്ട് അവൻ ആ ഫുഡിലേക്ക് നോക്കും. അതിന്റെ സ്മെല്ലും അതിന്റെ ടേസ്റ്റ് ഒക്കെ അവന്റെ മൂക്കിൽ അടിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ അത് കഴിക്കാനായിട്ട് അവന്റെ അഭിമാനം സമ്മതിക്കില്ല. ഒരു സാമുറായി ഞാൻ ഒരിക്കലും പൈററ്റ്സ് വരുന്ന ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കാണുമ്പോൾ എനിക്കിത് കഴിക്കാതിരിക്കാനും തോന്നുന്നില്ല. മാത്രമല്ല എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ടയേർഡാണ് എന്നൊക്കെ ചിന്തിച്ച് അവൻ ആ സൂപ്പിന്റെ ബൗള് കയ്യിലെടുക്കുകയാണ്. എനിക്കിത് വേണ്ട, ഞാനൊരു സാമുറായി ആണ്, വിശന്ന് മരിക്കേണ്ടി വന്നാലും എന്റെ അഭിമാനം ഞാൻ പണയം വെക്കില്ല എന്ന് പറഞ്ഞ് അവനത് എടുത്തെറിയാൻ പോവും. കറക്റ്റ് സമയം ആദ്യം അവന്റെ കഴുത്തിൽ പിടിച്ച് നീ എന്തായി ചെയ്യണേ, ഭക്ഷണം വേസ്റ്റ് ആക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അങ്ങനെ നീ വേസ്റ്റ് ആക്കിയ നീ എന്റെ കൈകൊണ്ടായിരിക്കും ഇവിടെ മരിച്ചു വീഴുക. നിന്റെ വയറ്റിൽ നിന്ന് വരുന്ന ശബ്ദം അത് ഈ ലോകം മുഴുവൻ കേൾക്കാം. നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് അത് വേസ്റ്റ് ആക്കാതെ തിന്നാൻ നോക്ക്. മൊമന്റോസ്കി ആണെങ്കിൽ അപ്പോഴും അവന്റെ തീരുമാനത്തിൽ നിന്ന് മാറാതെ ആ സൂപ്പ് അത് എറിയാനായിട്ട് തയ്യാറെടുക്കുമ്പോഴായിരിക്കും തൊട്ടു പുറകിലായിട്ട് ടേബിളിൽ സാഞ്ചി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫുഡ് അതാരോ അറഞ്ചം പുറഞ്ചം കട്ടിച്ചു പറിച്ച് തിന്നുന്നതായിട്ട് കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ മൊമന്റോസ്കിയുടെ പപ്പ ആ സാമുറായി. ആൾക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. സാഞ്ചി ഉണ്ടാക്കിയ ഫുഡ് ആൾക്ക് ഒരുപാട് ഇഷ്ടമായി. അത് ആസ്വദിച്ച് വാരി വലിച്ചു തിന്നും. അത് കഴിക്കുന്തോറും ആളുടെ സ്ട്രെങ്ത് അത് കൂടിക്കൂടി വരുന്നതായിട്ടായിരിക്കും ആൾക്ക് ഫീൽ ചെയ്യുക. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ചത്താ മതിയെന്നാവും. സാമുറായി ആണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കി നോക്കി കരയും. എനിക്കറിയാം നീ ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന്. സാമുറായികളാണെന്ന് കരുതി നീ ഇങ്ങനെ ഓവർ ആറ്റിറ്റ്യൂഡ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നിന്നെയും ഇവിടെയുള്ള എല്ലാവരെയും രക്ഷിച്ചത് ഇവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വിശ്വസിക്കാം. അവരെ പുച്ഛിക്കാതെയും നിന്ദിക്കാതെയും അവർ തരുന്ന ഭക്ഷണം അത് ഇഷ്ടം പോലെ കഴിക്കാം. അത് കേട്ട് ഇപ്പോ മൊമന്റോസ്കി അവൻ പതിയെ തല താഴ്ത്തി പപ്പയെ നോക്കി കരയാണ്. അതിനുശേഷം ആ സൂപ്പ് അവൻ വലിച്ചു കുടിക്കും. സാഞ്ചിക്കും ലൂഫിക്കും ആണെങ്കിൽ ആ കാഴ്ച കണ്ട് മനസ്സ് നിറയും. അതിനുശേഷം ഓരോരുത്തരും ഇപ്പൊ സൂപ്പും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഫുഡും സൂപ്പും ഒക്കെ സെർവ് ചെയ്ത് കൊടുക്കും. അപ്പൊ ട്രഫാൽഗർ ലോ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. നമ്മളെ ആക്രമിക്കാനായിട്ട് ആരോ ഇവിടേക്ക് വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. അത് കേൾക്കേണ്ട താമസം ലൂഫി അവൻ നിലവിളിച്ചു പറയും നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേ. ട്രഫാൽഗർ ലോ പറഞ്ഞതനുസരിച്ച് നമ്മളെ എല്ലാവരെയും ട്രാപ്പ് ചെയ്യാനും നശിപ്പിക്കാനുമായിട്ട് ആരൊക്കെയോ ഇവിടേക്ക് വരികയാണ്. സോ അതിന് നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ റെഡി ആവണം. പക്ഷെ റെഡി ആവുന്നതിന് മുൻപ് നമുക്ക് ഈ വിരുന്ന് അത് അടിച്ചു പൊളിച്ച് അവസാനിപ്പിച്ചിട്ട് റെഡി ആവാന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ ഇപ്പൊ എല്ലാവർക്കും വീഞ്ഞൊക്കെ കൊടുത്ത് അവരെ അടിച്ചു പൊളിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കി ചിരിപ്പിക്കാൻ കോക്രിയൊക്കെ കാണിക്കും. അത് കണ്ട് സാമുറായും മൊമന്റോസ്കിയും പൊട്ടിച്ചിരിക്കും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് ഫ്രാങ്കിയുടെ മൂക്കിലും മുടിയിലും ഒക്കെ പിടിച്ചു വലിച്ച് ആ കുഞ്ഞുങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ്. ടഷിക്കി ആണെങ്കിൽ ആ സൂപ്പ് കുടിച്ച് ഷോക്കാവും. ഇത്രയും ടേസ്റ്റുള്ള സൂപ്പ് അവൾ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഇവിടെ സാഞ്ചി ആണെങ്കിൽ നിർത്താതെ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സങ്കടം. കാരണം ആ കുഞ്ഞു പെണ്ണ് ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. അവൻ വിഷമത്തില് ഇപ്പൊ അവളുടെ കൈ പിടിക്കും. അടുത്ത നിമിഷം അവൾ കണ്ണു തുറക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ G5 സോൾജേഴ്സ് അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തില് സ്മോക്കറിന്റെ അടുത്തേക്ക് വരും. ആ പോയിസൺ ഗ്യാസിന് ഒരു വലിയ നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് ആരെയും കൊല്ലാനൊന്നും പറ്റില്ല. അവരെല്ലാവരും ആ ഗ്യാസിൽ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ കണ്ടെത്തി അവരെ തിരികെ പിടിക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ട്രഫാൽഗർ ലോ അവൻ ലൂഫി ആയിട്ട് നടത്തിയ ആ ഒരു ഡീല് കാണിക്കുകയാണ്. ആ ഒരു ഡീലില് ട്രഫാൽഗർ ലോ ആ 4 എംബറേഴ്സിനെ കുറിച്ച് ഓൾറെഡി നമ്മുടെ ലൂഫിയോട് പറഞ്ഞിരുന്നു. ലൂഫിയുടെ പ്ലാൻ ആ 4 എംബറേഴ്സിനെയും അറ്റാക്ക് ചെയ്യുക എന്നതാണ്. ട്രഫാൽഗർ ലോ അവൻ ഇതിന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം അവനെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാണ് അവര് തമ്മിലുള്ള ഡീലിങ്സ് അവർ സെറ്റ് ചെയ്തത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.